നിങ്ങൾക്ക് ഒരു സാഡ് ന്യൂസും ഉണ്ട്, ഹാപ്പി ന്യൂസും ഉണ്ട്. ആദ്യം ഇത് വേണം, സാഡ് ആയിക്കോട്ടെ. ആദ്യം തന്നെ നിങ്ങളൊന്ന് ഞാൻ കരയിപ്പിക്കാം. കരയാനൊന്നുമില്ല. നിങ്ങളെ ഡിസംബറിൽ നടക്കാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിന് ഇനി എത്ര ദിവസം ഉണ്ടെന്നാണ് നിങ്ങളെ വിചാരം? ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ഡിസംബറൊക്കെ അങ്ങ് അകലെയല്ലേ. കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് 75 ദിവസം കിട്ടും. എന്താ അറിയോ, നമ്മുടെ വിദ്യാഭ്യാസ കലണ്ടറിൽ കൃത്യം പറയുന്നുണ്ട് ഡിസംബർ 11ാമത്തെ ദിവസം, അതായത് 2ാം പാദവർഷ പരീക്ഷ തുടങ്ങുന്നു. ഇപ്പൊ സെപ്റ്റംബർ, ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ സെപ്റ്റംബർ 26. അങ്ങോട്ട് കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് 75 ദിവസം കിട്ടും. അപ്പൊ ചിലവർ വിചാരിക്കും, ഓ ഇതെങ്ങനെയാ സാഡ് ന്യൂസ് ആവുക, 75 ദിവസം ഇല്ലേ. ആ 75 ദിവസത്തിൽ എന്തെല്ലാം വരുന്നുണ്ട്? സ്കൂളിലെ ആർട്സ് വരുന്നുണ്ട്, സ്കൂളിലെ സ്പോർട്സ് വരുന്നുണ്ട്, ശാസ്ത്രമേള വരുന്നുണ്ട്, നിങ്ങളെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള കല്യാണം, ഇപ്പുറത്തുള്ള സൽക്കാരം, നിങ്ങളെ സ്കൂളിലെ ടൂറ് വരുന്നുണ്ട്, എന്തെല്ലാം വരുന്നുണ്ട്. ഇനി അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കൊന്ന് വയ്യാണ്ടായാൽ തീർന്ന്. നിങ്ങളൊന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേന് ഈ 75 ദിവസം അങ്ങ് കഴിയും. ചിലപ്പോൾ ഒരു 70ാമത്തെ ദിവസം ഒരു ബോധോദയം, ഒരു 5 ദിവസത്തിൽ എക്സാം ആണല്ലോ എന്നൊക്കെ ഒരു ബോധോദയമൊക്കെ വരാനുണ്ട്. അതാണ് ഒരു സാഡ് ന്യൂസ്. നിങ്ങൾ അറിയായിരുന്നോ ക്രിസ്മസ് എക്സാം പണി കിട്ടും? കാരണം എന്താ, നിങ്ങൾക്ക് ഒഫീഷ്യലി ഒരു എക്സാം ഇതുവരെ നടന്നിട്ടില്ല. നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇതുവരെ നിങ്ങൾക്ക് നടന്നതൊക്കെ എന്താണ്, ഒരു അൺഒഫീഷ്യലായിട്ട് സ്കൂളിൽ ടീച്ചേഴ്സ് നടത്തുന്ന യൂണിറ്റ് ടെസ്റ്റാ. വലിയ സീരിയസ്നെസ് ഒന്നുമില്ല. ഒരു തുണ്ട് പേപ്പർ തരും, നിങ്ങളോട് എഴുതാൻ പറയും, അത്രയല്ലേ ഉള്ളൂ. നിങ്ങളൊരു ഫുള്ളി ഫ്ലെഡ്ജ് ആയിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കുന്ന +1 ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടോ? അത് എക്സാം ഹോളിൽ ഇരുന്ന് എഴുതിയിട്ടുണ്ടാ? അപ്പോൾ അറിയാം +1 എന്തുകൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങളെ സീനിയേഴ്സൊക്കെ പറഞ്ഞു എന്ന്. മര്യാദക്ക് പഠിച്ചോ. ഉടപ്പി നടക്കുന്നുണ്ടെങ്കിൽ നന്നാവാൻ ഈ 75 ദിവസം ധാരാളം. 75ലൊക്കെ നമ്മൾ നന്നാവും. ഒരു സാഡ് ന്യൂസും കൂടി പറഞ്ഞുതരാം. 75 ദിവസം ഉണ്ടല്ലോ എന്ന ഒരു സാഡ് ന്യൂസ് ഞാൻ പറഞ്ഞുതരട്ടെ. ആ ദിവസം കൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം നിങ്ങളൊന്ന് നോക്ക്. അതായത് നിങ്ങൾക്ക് ഓണപ്പരീക്ഷ നടന്നിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് എക്സാമിന് ഓണപ്പരീക്ഷയുടെ ടോപ്പിക്സിന് കാര്യമായി ചോദ്യം ഉണ്ടാവില്ല, ഉറപ്പാണ്, അങ്ങനെ ഉണ്ടാവാറ്. എന്നാൽ നിങ്ങൾക്ക് ഒഫീഷ്യലി ഓണം എക്സാം എന്തില്ലായിരുന്നു? ഒഫീഷ്യലി ഇല്ലായിരുന്നു. അപ്പോൾ ഓണം എക്സാം നടന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ആ ചാപ്റ്റേഴ്സിനുള്ള ചോദ്യങ്ങളും ക്രിസ്മസിനുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോ അല്ലെങ്കിൽ CS, ഇനി ഇംഗ്ലീഷും മലയാളം ഞാൻ കൂട്ടുന്നില്ല, അതടക്കം കൂട്ടുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് 40ന്റെ മുകളിൽ ചാപ്റ്റേഴ്സ് ഈ 75 ദിവസം നിങ്ങൾ തീർക്കണം. അത് ഒരു റൗണ്ട് പോലും നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല, അത് വേറെ കാര്യം. നിങ്ങളത് റിവൈസ് ഒക്കെ ചെയ്ത് ഒരു 2 or 3 റിവിഷനും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? എക്സാമിന് നല്ല സ്കോർ വാങ്ങാൻ പറ്റൂ. അതൊരു സത്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്? ഈ 75 ദിവസത്തിൽ 40 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? ഒരു പ്ലാൻ വേണ്ടേ? ഒരു പ്ലാൻ നിർബന്ധമായിട്ട് വേണം. അപ്പോൾ 40 ചാപ്റ്റേഴ്സ് പോട്ടെ, മൊത്തം ചാപ്റ്റേഴ്സ് നമുക്ക് എടുക്കാം. മൊത്തം എത്ര ഉണ്ടാവും? 50 to 60 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോ, CS, ഒരു ഇംഗ്ലീഷും കൂടി കൂട്ടിയാൽ 60 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ പറയുന്നു 60ഓളം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇനി വരുന്ന ഡിസംബറിലേക്ക് തീർക്കാൻ പറ്റും. എങ്ങനെ അറിയോ? അതിന് നിങ്ങൾക്കൊരു പ്ലാൻ വേണം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ നല്ല ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അത് സെറ്റായിരിക്കും. നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് നിങ്ങൾ കറക്റ്റ് ഡേൻ്റെ എണ്ണം വെക്കണം, എന്നിട്ട് ചാപ്റ്റേഴ്സിൻ്റെ എണ്ണവും വേണം. എന്നിട്ട് നിങ്ങൾ ഉറപ്പായും പഠിക്കുമെന്നുള്ള ഡേയ്സ് നിങ്ങൾ മാർക്ക് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ചില ഹോളിഡേയ്സ് വരും. ഫോർ എക്സാമ്പിൾ ഈ വീക്ക് വരാൻ പോകുന്നത് കുറേ പൂജ ഹോളിഡേയ്സ് ഉണ്ട്. അന്ന് ബുക്ക് പൂജയ്ക്ക് വെക്കുന്നവർ എന്തായാലും പഠിക്കില്ല, ബാക്കിയുള്ളവർക്ക് പഠിക്കാം, അത് വേറെ കാര്യം. അപ്പോൾ അതുപോലെ ചില ആഘോഷങ്ങളും ചില ചടങ്ങുകളൊക്കെ ഉണ്ടായിട്ട്, അല്ലെ കല്യാണമൊക്കെ ഉണ്ടായി നമുക്ക് ഹോളിഡേയ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഹോളിഡേയ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യമേ ഒഴിവാക്കി നിർത്താം. ബാക്കി ദിവസങ്ങളിൽ നിങ്ങൾ കൃത്യമായി പ്ലാൻ വേണം. ഫോർ എക്സാമ്പിൾ 29ാം തീയതി മൺഡേ ഒരു എക്സാമ്പിളാണ്. അന്ന് ബയോളജി സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഐശ്വര്യമായിട്ട് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. CS സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് പാർട്ട് അത് നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ പൂജ ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട്, പൂജ ഹോളിഡേയ്സ് ഉള്ള കുട്ടികളെ കേസിൽ ഞാൻ എക്സാമ്പിൾ പറയാം. നമുക്കൊരു ഫ്രൈഡേ ഒക്ടോബർ 3ാം തീയതി നമ്മൾ ബുക്കൊക്കെ എടുത്ത് വീണ്ടും പഠിക്കാതിരിക്കുകയാണ്. അന്നേരം നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചാൽ ബയോളജി ഒരു ദിവസം കൊണ്ട് ബയോളജി തീരൂല. അപ്പോൾ 2ാം ദിവസം ബയോളജി നമ്മൾ തീർക്കുന്നു. അന്ന് തന്നെ CS തീർക്കുന്നു ബാക്കി വെച്ച്. 2 ദിവസത്തിൽ നമ്മളൊരു ചാപ്റ്റർ എങ്കിലും തീർക്കാം. കുറച്ച് വലിയ ചാപ്റ്റർ ആണെങ്കിൽ മേ ബി ഒരു 3ലോട്ട് പോകും. ഒരു ചെറിയ പാടാണെങ്കിൽ ഒരു ദിവസത്തിൽ പോകും. എന്നിട്ട് നമ്മൾ 4ാം തീയതി സാറ്റർഡേ എന്ത് ചെയ്യുന്നു? മാത്സിൽ അല്ലെങ്കിൽ അന്ന് തന്നെ സമയമുണ്ട് ബയോളജിയിൽ കുറച്ച് സമയം എക്സ്ട്രാ കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സീക്വൻസ് ആൻഡ് സീരീസിലെ കുറച്ച് ഭാഗം നിങ്ങൾ പഠിക്കാം. പിന്നെ അടുത്ത സാറ്റർഡേയിൽ നിങ്ങൾ എന്ത് സീക്വൻസ് സീരീസ് അങ്ങ് തീർക്കുന്നു. വെറുതെ ചുമ്മാ അതിൻ്റെ കൂടെ ഫിസിക്സിലെ ഗ്രാവിറ്റേഷൻ ഒന്ന് തുടങ്ങി വെക്കുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു ചാപ്റ്ററും അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ മുഴുവനായില്ലെങ്കിലും ഒരു ചാപ്റ്ററിൻ്റെ പകുതിയും മറ്റൊരു സബ്ജക്റ്റിൽ ഒരു ചാപ്റ്ററിൻ്റെ പകുതിയൊക്കെ ആയിട്ട് ആ രീതി മുന്നോട്ട് കൊണ്ടുപോകണം. പല ആൾക്കാർ പ്ലാൻ ചെയ്യുന്നത് എന്താ? എന്നെ കൊണ്ട് അറ്റ് എ ടൈം ഒന്നേ പറ്റൂ. ഫിസിക്സ് പഠിക്കുമ്പോൾ ഫിസിക്സ് മാത്രം നമുക്ക് മടുക്കും. ഫിസിക്സ് മാത്രം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിക്കുക, അല്ലെ രാത്രി ഒരു 2 മണിക്കൂർ പഠിക്കാതിരുന്ന ഫിസിക്സ് മാത്രം നമുക്ക് മടുക്കും. 1 മണിക്കൂർ ഫിസിക്സും 1 മണിക്കൂർ മാത്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും.
സോ ആ രീതിയിൽ നിങ്ങളൊന്ന് ഷഫിൾ ചെയ്ത് നോക്കുക കേട്ടോ, ആ രീതിയിൽ നിങ്ങളൊന്ന് ഷഫിൾ ചെയ്ത് നോക്കുക. ആൻഡ് ഒരു ചാപ്റ്ററിന് ഒരു 2 ദിവസമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മാക്സിമം പോവാം. വലിയ ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 3 പോവാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ബയോളജിയിൽ വലിയ ചാപ്റ്റർ ഉണ്ടോ എന്ന് എനിക്കല്ല, ഫിസിക്സിന്റെ കേസിൽ പറയാം, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ഒരു ചാപ്റ്റർ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി എടുക്കുന്നുണ്ടാവും, അല്ലെ വരാനുള്ളൊരു ചാപ്റ്ററാണ്, വലിയ പാടാണ്. അതൊരു 3 ദിവസം അല്ലെ 4 ദിവസം എടുത്ത് പഠിച്ചോ. എന്ന് വെച്ച് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് പോലെ ചെറിയ പാടാണ്, പെട്ടെന്ന് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാം. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് കറക്റ്റ് ഒരു വീക്ക്ലി പ്ലാൻ വേണം, മന്ത്ലി പ്ലാൻ വേണം. നിങ്ങൾ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു, എൻഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഐഡിയ വേണം. അത് ഏത് ദിവസം നിങ്ങൾ ഏത് ചാപ്റ്റർ റിവൈസ് ചെയ്യുന്ന ഐഡിയ വേണം. ഇങ്ങനൊരു പ്ലാൻ നിങ്ങൾക്ക് തന്നെ സെറ്റാക്കാൻ പറ്റുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് പ്ലാനാണ്. ഇനി ആ പ്ലാനിനോട് നിങ്ങൾ സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ മക്കളെ, നിങ്ങൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളൊരു ഡേ എൻഡ് വെച്ചാൽ നിങ്ങൾക്ക് അത് കിഡിലൻ പ്ലാൻ ആവും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം ഞാൻ നിങ്ങളുടെ ഒരു ഭാഗത്താണെങ്കിൽ ഇങ്ങനൊരു പ്ലാൻ സെറ്റാക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ ആ ഒരു സമയത്തെ എൻ്റെ എല്ലാ എൻജോയ്മെൻറ്റും മാറ്റി വെച്ച് ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്താലും എനിക്ക് ഇങ്ങനൊരു പ്ലാൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എജുപോഡിൻ്റെ ഏത് ബാച്ചിനാണെങ്കിലും ഇതുപോലെ സ്ട്രക്ചേർഡ് ആയിട്ടൊരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാനിൽ കൃത്യം ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ടാവും, എൻഡിങ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇത് ഫാസ്റ്റ് ട്രാക്കിലെ എജുപോഡിൻ്റെ ഫാസ്റ്റ് ട്രാക്കിലെ ബാച്ച് 3ന്റെ ഷെഡ്യൂൾ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. ഇതേപോലെ ഒരു സ്ട്രക്ചേർഡ് ആയുള്ള ഒരു പ്ലാൻ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു പ്ലാനിൽ എന്തുണ്ടാവും, നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും 7 മണിക്ക് എന്തുണ്ടാവും, ഓരോ ദിവസമല്ല ഓരോ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴും അതിൻ്റെ ലൈവ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഫാക്കൽറ്റീസിനോട് ഡൗട്ട് ചോദിച്ചു പഠിക്കാം. നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു അവസരം നമുക്ക് എന്തായാലും വരില്ല. അപ്പോൾ അതൊരു ബാച്ചിൽ ജോയിൻ ചെയ്ത് സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എന്ത് ചെയ്യാം, പഠിക്കാം. നിങ്ങൾക്ക് അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാനൊരു കോംപ്രമൈസും ഇല്ല. ഇനി ഞാനതൊരു ഹാപ്പി ന്യൂസ് ഇല്ലേ, ഹാപ്പി ന്യൂസ് പ്യുവർലി ഈ ബാച്ചിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, സ്കിപ്പ് അടിച്ച് പോകാൻ വരട്ടെ. ഹാപ്പി ന്യൂസ് എന്താണെന്ന് പറഞ്ഞാൽ പല സ്റ്റുഡൻസും എജുപോഡിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാതിരിക്കാൻ ആദ്യം പറഞ്ഞ റീസൺ മേ ബി അവർ ട്യൂഷൻ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ മറ്റൊരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. പിന്നീട് അവിടുത്തെ ക്ലാസ് മനസ്സിലാകാതെ എജുപോഡിൻ്റെ ക്ലാസ് ഫോളോ ചെയ്ത് തുടങ്ങിയവരുണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെയുള്ളവരും താഴെ കമൻറ്റ് ചെയ്യണേ. അവർ അന്ന് പറയുന്നത് ഞങ്ങൾ ഓൾറെഡി കുറേ ക്യാഷ് അടച്ചു, ഞങ്ങൾക്ക് ഇനി ക്യാഷ് അടയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, കാരണം അത്ര ക്യാഷ് ഇല്ല. അതുകൊണ്ട് ഞങ്ങളൊരു ഏർലി ബേർഡ് എന്ന് പറഞ്ഞൊരു ഓഫർ വെച്ചിരുന്നു. ആ ഏർലി ബേർഡ് ഓഫർ അന്ന് ഫോം ഫില്ല് ചെയ്ത കുട്ടികൾക്ക് മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന് കൊടുത്തിരുന്നു. അന്ന് പലരും ഇതേപോലെ ഒരു നെഗറ്റീവ് അടിച്ച് ഫോം ഫില്ല് ചെയ്യാതെ അങ്ങനെ നിന്നു. ആ ഓഫർ അങ്ങ് കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് അങ്ങനെ ഒരു ഓഫർ ഇല്ല. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു, സാറേ ഞങ്ങൾക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് തരണം, ഞങ്ങൾക്ക് അന്ന് ഫീസ് അടയ്ക്കാൻ ക്യാഷ് കിട്ടിയില്ല, ഇപ്പോഴാണ് ക്യാഷ് കിട്ടിയത്, നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ +1 വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിസ്കൗണ്ട് അതേപോലെ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നുണ്ട്. സ്പെഷ്യൽ ഓഫർ നമ്മൾ സെപ്റ്റംബർ 30th വരെ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, അത് റിക്വസ്റ്റ് ആണ്. നിങ്ങൾ ഫീസ് ഡിസ്കൗണ്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് അവിടെ എത്ര വരുന്നുണ്ട്, 5,999 രൂപയുടെ കോഴ്സ് 4,799 രൂപയാണ്. നിങ്ങൾക്ക് അവിടെ ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നത് 1,200 രൂപ നിങ്ങൾ ലാഭിക്കും. ഓക്കെ, ആ ഒരു ബാച്ചിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 4 മാസത്തിൽ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തീർക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പും ഉണ്ടാവും കേട്ടോ. സോ ആ ഒരു പ്ലാനിൽ നിങ്ങൾ ഒരു കാരണവശാൽ നിങ്ങൾ കോംപ്രമൈസ് ഇല്ല, നിങ്ങൾ പഠിക്കേണ്ട, വെള്ളം ചേർക്കലില്ല. ഏറ്റവും ലേറ്റസ്റ്റ് സിലബസും ക്വസ്റ്റ്യൻ പാറ്റേൺ ഏതാണോ ആ ക്ലാസ് തന്നെ നിങ്ങൾക്ക് കിട്ടുക. 4 മാസത്തിൽ ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് മാത്രമല്ല, മൊത്തം അങ്ങ് നിങ്ങൾക്ക് മുഴുവൻ ചാപ്റ്റേഴ്സും ഈ 4 മാസം പഠിപ്പിക്കുന്ന ബാച്ചാണ് ഫാസ്റ്റ് ട്രാക്ക്. നിങ്ങളൊന്ന് കൂടെ നിന്നാൽ മതി. പിന്നെ കുറച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ എഫേർട്ട് എടുക്കും, നിങ്ങൾ ഒരു ദൃഢനിശ്ചയം വേണം. ഇത് രണ്ടും ഉണ്ടോ, നിങ്ങൾ ധൈര്യമായി ജോയിൻ ചെയ്തോ, ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ധൈര്യമായിട്ട് ബാച്ചിലോട്ട് കയറിപ്പോര്. ഇന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യണം എന്നാണ് ഞാൻ പറയാം. ലേറ്റ് ആക്കേണ്ട. അടുത്ത ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എന്നാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് നിങ്ങൾ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അവർ ഡീറ്റെയിൽസ് പറഞ്ഞു തരും.